ശിവ, എന്താ പ്രശ്നം? അവരെന്തിനാ പുറകെ വന്നേ? അവരൊക്കെ ആരാ? എനിക്ക് മാത്രമേ ശത്രുക്കളുള്ളൂ എന്നാ കരുതി. നിങ്ങളോട് അവർക്ക് എന്താ ശത്രുത? അങ്ങനെ ഭയപ്പെടാൻ മാത്രമൊന്നുമില്ല, ചുമ്മാ ചെറിയൊരു പ്രശ്നം. പ്രശ്നോ? ഒരിക്കൽ ഇന്റർവ്യൂവിന് വേണ്ടി ബോംബെ പോയിരുന്നു. അതാണ് എന്റെ ആദ്യത്തെ ബോംബെ യാത്ര. अभी आया हूँ, गाड़ी के लिए वेट करना होगा. എന്താണ് ഈ കാണിക്കുന്നേ? ഞാൻ നിന്നെ വെറുതെ വിടുന്നു വിചാരിച്ചോ? എന്റെ വണ്ടിയെ കൊണ്ട് മുട്ടിച്ചിട്ട് നീ ന്യായം പറയുന്നു. ഏയ് സിംഗേ, എന്റെ ഫ്രണ്ട് വരുന്നുണ്ട്, അല്ലെ ഞാൻ കാണിച്ചു തരാമായിരുന്നു. എന്താണ് താടി? എന്താണ് പേടിപ്പിക്കുന്നത്? നിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കി ഞാൻ. എന്താടാ സുഖല്ലേ? എന്താടാ ശബ്ദമൊക്കെ അന്നം വെച്ചല്ലോ. കേറ് കേറ്, ഇതൊക്കെ നമ്മുടെ ഏരിയ. അടിച്ച് പൊളിക്കുവാടാ. കാലത്തേന് എന്താ പ്രശ്നം? ഒന്നുമില്ല, ഒരുത്തൻ റോങ് ആയി വന്ന് കാറിലിടിച്ച് ആകെ പ്രശ്നമായി. അപ്പഴാ നീ വന്നത്. അവൻ രക്ഷപ്പെട്ടു, അല്ല ഞാൻ ഒന്ന് പൊട്ടിച്ചാനെ. ഇവരെയൊക്കെ വിരട്ടാതെ പറ്റില്ല ശിവ. ബോംബെക്കാരൊക്കെ മലയാളികളെ കണ്ട വിരണ്ടോടും. കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു പ്രശ്നം പിരുത്ത് കളഞ്ഞു. ബോംബെയിലെ ആദ്യത്തെ അടി നമ്മുടെ തന്നെ ആയിരിക്കണം ശിവ, എന്നാലും ഇവരൊക്കെ ശരിയാവൂ. എന്താടാ സൈഡ് ചേർത്ത് കടവയ്ക്കാതെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? പോടാ നീ കഴിവേറി. മച്ചാ, ഈ ഏരിയയിൽ എന്റെ പേര് പറഞ്ഞാലേ ഭയന്നു പോകും ആൾക്കാര്. ശിവ, എങ്ങനെയുണ്ട് നമ്മുടെ ഏരിയ? കുഴപ്പമില്ല, ഓക്കെ. എന്താ ഇത്ര നല്ല ഏരിയ നിസാരമാക്കി കളഞ്ഞത്? അവിടെ നോക്ക്, അവിടെ ഒരു ആന്റി പഴം വിൽക്കുന്നത് കണ്ടോ? അനി, നിങ്ങളുടെ ആളെ ജയിലിൽ നിന്ന് ഇറക്കണ്ടേ? വട്ടിങ്ങ പോലീസ് സ്റ്റേഷൻ അല്ലേ? ഞാൻ ശരിയാക്കാം. എന്താടാ പോലീസുകാരും പറയുന്നത്? ആകെ പ്രശ്നമാടാ. അവരുടെ രണ്ടാം ഭർത്താവിനെ മൂന്നാമത്തെ പ്രാവശ്യം പോലീസ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് 4 നാളെ കരയുവാ. ഞാനല്ല ശരിയാക്കിയ, ഒരേ ഒരു വാക്ക് SI സല്യൂട്ട് ചെയ്തുകൊണ്ട് ആളെ വിട്ടു. അവൻ എന്റെ കാലിൽ വീണ്, സാർ നിങ്ങളാ എന്റെ ജീവൻ രക്ഷിച്ചേ, നിങ്ങളാ എന്റെ ജീവൻ രക്ഷിച്ചെന്ന് തുടങ്ങി. നിനക്ക് ഭാഗ്യമുണ്ടല്ലോ ശിവ, ഇന്നാ ഞാനൊന്ന് ഫ്രീ ആയത്. ജനറലി ഞാൻ വളരെ വളരെ ബിസിയാ മച്ചാ. ഓക്കെ, എന്നാ നിന്റെ ഇന്റർവ്യൂ? നാളെ കാലത്ത്. ഒരു പ്രശ്നവുമില്ല. അമ്പിസ്വാമിയുടെ മസാല ദോശ മുതൽ കായ്ക്ക് അവിടെ ചിക്കൻ ബിരിയാണി വരെ എന്തും ഇവിടെ കിട്ടും. നീ കഴിച്ച ശേഷം റെസ്റ്റ് എടുക്ക. ഓക്കെ? ഏയ്, തും ക്യാ ബാർ ബാർ ഫോൺ കർത്താ ഹേ? ആയിയേ. ശിവ, ഒരു ചെറിയ പ്രശ്നം ഞാനൊന്ന് സോൾവ് ചെയ്തിട്ട് വരാം. ഏയ്, തും ക്യാ കർത്താ മേരെ ആട്ടാ? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഒക്കെ ഒരു കാര്യം. मैम इस वक्त एक जरूरी मीटिंग पर हूँ, बाद में फोन करना। आपने बाहर की 2 आदमियों को मारा है, वो केस मैम देख लूंगा। अंदर जो आदमी है उसे मार ज्यादा मुश्किल है। सब लोग मुझे देख रहे हैं। इस मामले में मैम आपका कोई सहायता नहीं कर सकता। प्रेस मीडिया सबकी नजर इस केस के ऊपर है। यही मैं कुछ करता हूँ, तुम आपके खिलाफ जाएगा। बहुत खुशी हुई तुम्हारी बात के सुनकर। तुम सही जा रहे हो बात। देखा ये छोटी सी आवाज सुनकर कैसे पंछी उठ गए। तुम चाहते हो कि मैं भी ऐसे उठ जाऊं? हाँ, 12 साल से वो उम्र में साथ काम करता है, सब कुछ जानते मेरे बारे में। अगर एक बार भी उसने मेरे बारे में मुंह खुलाना तो बस खुश हो ना तुम? എടോ എന്തോടും ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനുവേണ്ടിയല്ലേ തന്നെ വെച്ചേക്കുന്നത്? പറ്റില്ല നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തിനു കൊള്ളാൻ തന്നെ? മുഴുവനായി ഞാനൊന്ന് പറയട്ടെ. ഇതിനുള്ള ഒരേ ഒരു വഴി, നിങ്ങളിൽപ്പെട്ട ഒരാളോട് പബ്ലിക്കിൽ നിന്ന് ഒരാളെ പിടിച്ചങ്ങ് തട്ടാൻ പറയേ. ആ കേസിൽ അവനെ എങ്ങനെയും ജയിലിലേക്ക് അയക്കേ. അവിടെ വെച്ച് അവനെ അങ്ങ് തീർത്തേക്കാൻ പറയും. ആർക്കും ഒരു സംശയം വരില്ല. तो वो सब बोलने की क्या जरूरत है? ये पहले की नहीं बताया? हाँ, गुड, अब सब ठीक हो जाएगा।
ആ, ഇവിടെ. ഏയ്, അകത്ത് പോയി നോക്കാം. ഇവനാണോ കണ്ടോ? ഞാനൊന്നും കണ്ടില്ല സാർ. എന്നെ പിടിക്കില്ല. അയ്യോ. സാറേ, മാറണം അങ്ങോട്ട്. പോ. ഏയ്, പോടാ, പോടാ. ഒതുങ്ങി, പോടാ. ഏയ്, ശരി, പോ. ഏയ്, അത് പോടാ, പോടാ. എന്ത് പറ്റി വെച്ചാ? ഏയ് കണ്ടോടാ നീ, വെളിയിൽ വലിയ പ്രശ്നം നടക്കുവാടാ. ആ ബാലുവിന്റെ ആൾക്കാരെ ആരോ അടിച്ചെന്ന്. ഇന്ന് തീരും അവൻ. ഈ ഏരിയ മൊത്തം പ്രശ്നമാ. എല്ലായിടും അവനെ തെരഞ്ഞോണ്ടിരിക്കുവാ. ആരാന്ന് ആർക്കറിയാം? ഏയ് വേറെ ആരുമില്ല, ഞാൻ തന്നെ അടിച്ച്. ഏയ് വെറുതെ കോമഡി പറയലടാ. എന്നെ പോലെ നീയും പറയാൻ തുടങ്ങിയോ? ഏയ് ഒരു മിനിറ്റ്, എന്താ? ആ കഥ തുറക്കണ്ട. ഏ ഒരുത്തൻ എന്നെ ഫോളോ ചെയ്തു വന്നു, ഞാനവനെ തട്ടി. ഏയ് മതിയടാ, ഇവൻ ഓവറാ. ഏയ് എന്താണ് പറഞ്ഞേ? ശരിക്കും നീ അടിച്ചോടാ? എന്തിനാ നീ അങ്ങനെ ചെയ്തേ? നീ തന്നെയല്ലേ പറഞ്ഞേ ബോംബിൽ ആയിത്തേടി നമ്മുടെ ആയിരിക്കണമെന്ന്. ഏയ് സത്യത്തിൽ ഞാനൊരു ഗമയ്ക്ക് പറഞ്ഞതാടാ. നീ അതുപോലെ തന്നെ ചെയ്തോ? വെളിയെ കത്തി എരിയുമ്പോ മിണ്ടാതെ വന്ന് ഇരിക്കോ അവൻ. ശരി വാ, വേഗം പോയിക്കോ. അവര് കണ്ടാ കഴിഞ്ഞു. എവിടെ നിന്റെ ബാഗ്? ഏയ് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഏയ് എന്താണ് ഈ പറയുന്നേ? ബാലു എന്ന് പറഞ്ഞ ആരാന്നറിയാമോ നിനക്ക്? ബോംബെയിൽ അവന്റെ പവർ അറിയാമോ? ഇരുന്ന് പറയുന്ന കേട്ടോ. ഏയ് നിക്കടാ. ശിവാ വാ വാ, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. ഏയ് എന്തിനാണ് ഈ തിരക്കൂട്ടുന്നത്? വേഗം വാടാ. അയ്യോ ഇതുവഴി പോണ്ട, ഇതിലെ പോവാം. വാ. എന്നാലും നീ ഞാനൊന്ന് പോയിട്ട് വന്നപ്പോഴേക്കും എന്തൊക്കെ ചെയ്തടാ. വാടാ വേഗം വണ്ടി കയറ്. കുനിയടാ കുനിയടാ, ആരെങ്കിലും കാണാതെ. അയ്യോ, ഞാനല്ല. അത് ഇവനെ നമുക്ക് സാധാരണ എനിക്കൊന്നും അറിയില്ല. ഏയ് ഞാനാന്ന് പറഞ്ഞ് വേറെ ആരും പിടിച്ചോണ്ട് പോകുന്നുണ്ടോ? ഏയ് പ്രശ്നം അവനങ്ങ് തീരട്ടെ. ഏയ് അവനെന്തിനാ വെറുതെ അടികൊള്ളുന്നത്? ഏയ് വായടക്കടാ. നീ ആരാ സിബി ചക്രവർത്തി? ഇത് ഞാൻ വണ്ടി എടുത്തടാ. ഞാനാ പറയുന്നത് വണ്ടി നിർത്ത്. ശിവ വണ്ടി നിർത്താൻ. ശിവ മിണ്ടാതിരിക്കാൻ. വണ്ടി നിർത്തടാ. ഇവൻ തന്നെയാ, ഞാൻ കണ്ടതാ. ഇവൻ തന്നെയാ നമ്മുടെ ചോട്ടാബായിയെ കുത്തിയത്. സാർ ഞാനൊന്നും അറിഞ്ഞില്ല സാർ. സാർ സാർ എനിക്കൊന്നും അറിയില്ല സാർ. ഹലോ ഒരു മിനിറ്റ്. അടിച്ച അവനല്ല, അവൻ ഇതിലൊരു പങ്കുമില്ല. ഞാനാ അടിച്ചേ. സാർ സാർ ഇവനെ നമ്മുടെ ചോട്ടാബായി അടിച്ചത്. അവന് വെറുതെ വിടാൻ പറ്റില്ല സാർ. हीरो बनना कितनी हिम्मत तेरी, सबके सामने आपके बोलता है कि तूने मेरी आत्मियों को मारा। हाँ? तू जानता मैं कौन हूं? कहां से आया? ए, उसको बता मैं कौन हूं? നീ ആരായാലും എന്തായാലും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങളുടെ ആൾക്കാരന്റെ മേത്ത് കൈവച്ചത് ഒരു കാര്യമില്ലാതെയാ. അതാ അടിച്ചത്. हाथ लगाए तो तू मारेगा? मारेगा तू? चल मैं हाथ लगा दूं.
അവനൊന്നും അറിയില്ല സാബ്. मार അവനെ വെറുതെ വിട്ടേക്ക് സാബ്. ഇന്റർവ്യൂവിന് വന്ന സാബ്. ക്ഷമിക്കൂ സാബ്, അവനോട് ക്ഷമിക്കൂ സാബ്. അവനോട് ക്ഷമിക്കൂ സാബ്. മാർ. അറിയാണ്ട് പ്ലീസ് 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 സാബ്. മാർ. അവനോട് ക്ഷമിക്കൂ സാബ്. മാർ. ഇന്റർവ്യൂവിന് വന്ന മാർ സാബ്. സാബ്. വേണ്ട സാബ്. വേണ്ട സാബ്. ശിവ, വാടാ, വാടാ. എന്തിനാണ് അങ്ങനെ ചെയ്തേ? വന്ന ദിവസം തന്നെ പ്രശ്നമുണ്ടാക്കിയാലോടാ. എനിക്ക് തലയെ മുറക്കുന്നില്ല, കാല് മുറക്കുന്നില്ല. മുരുക, ഇനിയിപ്പോ എന്ത് ചെയ്യും? ശരി, ഇപ്പൊ ഫീൽ ചെയ്തിട്ട് എന്താ കാര്യം? അതല്ലടാ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്ട് പോയി അച്ഛൻ വഴക്കൂറിയടാ. പറയുന്ന കേട്ടില്ലേ? എടാ പോടാ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതാണ് മുഖ്യം. അവന്റെ ഇടയ്ക്ക് ഒരു കണക്കിനെ രക്ഷപ്പെട്ടത്. അവൻ പറയുന്ന കേട്ടില്ലേ? എടാ ദ്രോഹി, ഇനി ബോംബെയിലേക്ക് ഒന്നും വരില്ലടാ. ഇനി നീ ബോംബെയിലേക്ക് വന്നാ അതോടെ എന്റെ ജീവനും പോകുമടാ. വേണ്ടടാ, നിന്റെ സഹവാസമേ വേണ്ട. ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാ ഇപ്പൊ എന്റെ കൂടെ വന്നേ? എന്താ ഇങ്ങനെ മറന്നുപോയോ? കരഞ്ഞു വിളിച്ച് എത്ര പ്രാവശ്യം ചോദിച്ചു ബോംബെ കൊണ്ടുവിടാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു അവസ്ഥയിൽ മറ്റെന്തെങ്കിലും ആലോചിക്കൂ. അപ്പൊ ഈ പ്രശ്നമൊന്നും എന്റെ ഓർമ്മയിൽ വന്നില്ല. ഒന്നും പറയണ്ട, ഇപ്പൊ തന്നെ തിരിച്ചു പോയിക്കോ ശിവ. അവരാരെങ്കിലും ഇനിയും കണ്ടു കഴിഞ്ഞ പ്രശ്നമോ? നിങ്ങൾ പോയിക്കോ. ഞാൻ ഇവിടുന്ന് എങ്ങനെയും വല്ല വണ്ടിയോ മറ്റോ പിടിച്ച് അവിടെ എത്തിക്കോളാം. അങ്ങനെയൊന്നും വഴി വിട്ടിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടല്ല ശിവ. വിശ്വാസമില്ലേ? വിശ്വാസം. പേടിയാണോ? പേടിയൊന്നുമില്ല. എന്നാ വാ, വന്ന് വണ്ടി കയറി.